പി.വി. അൻവർ ADGP MR അജിത് കുമാറിനെ കുറിച്ചിന്ന് നടത്തിയ അതിഗുരുതരമായൊരു വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ അത്യാഡംബര ഭവന നിർമ്മാണം, അതും തലസ്ഥാനത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് കവടിയാറിന് സമീപമുള്ള കൊട്ടാരത്തിനടുത്ത് പൊന്നും വിലയ്ക്കുള്ള ഭൂമി ഒരു ADGP പോലീസ് തൊഴിൽ ചെയ്ത് മേടിച്ചു എന്ന നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കണമെന്ന് കരുതുന്ന അതേ ഭൂമി വാങ്ങിച്ചതിനെക്കുറിച്ച് പി.വി. അൻവർ പറഞ്ഞ വാചകങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. കേട്ടില്ലേ? തീർന്നില്ല. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കോടിക്കണക്കിന് രൂപ പൊടിച്ച് MR അജിത് കുമാർ എന്ന വ്യക്തി ഭൂമി വാങ്ങി തലസ്ഥാനത്ത് വീട് വയ്ക്കുകയാണ്. തലസ്ഥാനത്തെ മണക്കാട് സ്വദേശിയാണ് ADGP അജിത് കുമാർ. സർവീസിൻ്റെ ഭാഗമായി അദ്ദേഹം ഇടയ്ക്ക് തൃശ്ശൂരിൽ താമസമുണ്ടായിരുന്നു. പിന്നീട് ഭരണസ്വാധീനം ഉപയോഗിച്ച് പോലീസിൻ്റെ തലപ്പത്തെത്തിയ അദ്ദേഹം പിന്നീട് വമ്പൻ സ്രാവായി വച്ചടി കയറ്റമായിരുന്നു. മണക്കാട് നിന്ന് അദ്ദേഹം പുതിയ വീട് വയ്ക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം തലസ്ഥാനത്തിൻ്റെ രാജവീഥിക്ക് സമീപമുള്ള കവടിയാർ കൊട്ടാരം. കവടിയാർ കൊട്ടാരത്തിന് സമീപം MA യൂസുഫ് അലിയുടെ വീടിന് തൊട്ടടുത്തായിട്ട് സ്വന്തം നിലയ്ക്ക് 10 സെന്റ് ഭൂമി വാങ്ങി. ഏകദേശം സെന്റിന് 65 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരും. ബാക്കി എത്ര മൂടി വെച്ചു എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടും പി.വി. അൻവർ ഒരു ആവശ്യം ഉന്നയിച്ചു. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാലോ. അപ്പം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. അഭായി ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ? ഏറ്റവും സിമ്പിളായി നടക്കുന്ന വലിയ ആഡംബരമൊന്നും പുറമേ കാണിക്കാത്ത വ്യക്തിക്ക് താമസിക്കാൻ 65 ലക്ഷം രൂപയിൽ 12,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്. നോക്കണേ, ഒരു ADGPക്ക് താമസിക്കാൻ 12,000 സ്ക്വയർ ഫീറ്റ് വീട്. ശരിയായ രീതിയിലുണ്ടായ പണത്തിൽ സെൻറ്റിന് 65 ലക്ഷം രൂപ വെച്ച് 10 സെൻറ്റ് മേടിക്കണമെങ്കിൽ എത്ര കോടി വേണം? 6.5 കോടി. വീട് വയ്ക്കാൻ അതുപോലെ 4-5 കോടി. എവിടെ നിന്നാണ് ഈ പണം? സ്വാഭാവികമായിട്ടും ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് സംശയിക്കേണ്ടി വരികയാണ്. അതിന് മറുപടി പറയാൻ അജിത് കുമാറിന് ഉത്തരവാദിത്വവുമുണ്ട്. നടന്നു പോയ വഴികളൊന്നും അത്ര ശരിയായ വഴിയല്ല. പി.വി. അൻവർ ഉന്നയിച്ചിരിക്കുന്ന സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള പല ആരോപണങ്ങളിലും വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സാമ്പത്തിക വളർച്ച. എനിക്കെതിരെ ഞാനല്ലാതെ മറ്റാരന്വേഷിക്കാൻ? അത്രമാത്രം പോലീസിനുള്ളിലെ ഒരു ബിഗ് ഡോണായിരിക്കുന്ന എനിക്ക് മേൽ ഒരിക്കലും ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്താണ് പി.വി. അൻവർ എന്ന വ്യക്തി ഡോണിൻ്റെ ആ വലിയ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. വലിയ കോളിളക്കമുണ്ടാക്കുന്നുണ്ട്. എന്നാലും ഒരു ADGPയുടെ ജോലിയിലിരുന്നു കൊണ്ട് തലസ്ഥാനത്തെ ഇത്രയും വിലയേറിയ ഭൂമിയും വാങ്ങി അതിൽ കോടികൾ പൊടിച്ചുള്ള വീട് വയ്ക്കാനുള്ള ശേഷി എങ്ങനെ അജിത് കുമാറിനുണ്ടായി എന്നുള്ളത് ഈ സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ഇത്രയും വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലെന്ന് ഈ സമൂഹം മനസ്സിലാക്കുന്നതോടുകൂടി ആ കള്ളനാണയം അഴിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ. അൻവർ വീണ്ടും കൈവച്ച മേഖലയെ തകർത്തെറിയുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. പറഞ്ഞതൊന്നും പച്ചക്കള്ളമായിരുന്നില്ല,
സത്യമാണെന്ന് ദൃശ്യങ്ങളും തെളിയിക്കുന്നു.